ഞാൻ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർക്ക് ഫിസിക്കൽ കെമിസ്ട്രിയും വേണം. അതിലെൻ്റെ അപ്പോൾ ലാലേട്ടനൊക്കെ പറയില്ലേ, മമ്മൂക്കനി ലാലേട്ടനൊക്കെ പറയില്ലേ, നമ്മൾ ഇവരിങ്ങനെ ഇങ്ങനത്തെ റിയാക്ഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് എവിടുന്നാണ് വരുന്നത്, ഇവരെന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക. ശരിയാണ്. പലവട്ടം ഞാൻ ചിന്തിച്ചൊരു കാര്യം, ബാക്കി ഞാൻ കൊന്നാലും പറയില്ലെന്നല്ലേ, ഞാൻ ഒന്നാലും അറിയില്ല, എന്നോ എനിക്ക് തിരിച്ചങ്ങോട്ടല്ലോ പോകണ്ടേ. ഇപ്പോൾ പപ്പുവേട്ടൻ്റെ കാലത്തുള്ള ആക്ടേഴ്സൊക്കെ ഭയങ്കര സെൽഫ്ലെസ് ആയിരുന്നു. അവർക്ക് കല, സിനിമ അതായിരുന്നു, അല്ലാണ്ട് വേറെ പരിപാടികൾ അല്ലെങ്കിൽ അതിൽ പൈസ ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. അന്ന് അവർ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് കൂടെ ചിന്തിക്കണമെന്ന് തോന്നിയിരുന്നു. തീർച്ചയായും. കാരണം ലൈക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ പുള്ളീനെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാറില്ല. കാരണം അത് തന്നെ ഉള്ളൂ. അതിന് എത്ര ശാരീരികമായോ മാനസികമായോ എന്ത് അസുഖം ഉണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക, അതങ്ങോട്ട് മറച്ചു വെച്ചിട്ട് പോയി ജോലി ചെയ്യുക. അത് അവർക്ക് ഈ പറയുന്ന പോലെ ഇപ്പം നമുക്ക് ഇതൊരു ജോലിയാണ്. ഇപ്പം ഞാൻ ജോലി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, പക്ഷേ അവർക്കത് ജോലിയല്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പം അച്ഛന് ലൈക്ക് അച്ഛൻ്റെ ടുവേർഡ്സ് ലൈക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ അച്ഛന് തീരെ വയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടേഴ്സ് ലൈക്ക് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, പുറത്ത് എവിടെയും വിടരുത്. കാരണം ഒന്നാമത് ലങ്ങിന് ഇൻഫെക്ഷൻ ഉള്ളതിനെ കൊണ്ട് എവിടെയും വിടരുത്. അപ്പം പെട്ടെന്ന് അസുഖം വരാൻ സാധ്യതയുണ്ട്, പനിയൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ ലൈക്ക് ക്ലൈമറ്റ് മാറുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക ഒന്നും സംഭവിക്കരുത്. അപ്പം ഫോൺ ബെല്ലടിക്കുന്ന പോലും നമ്മൾ വോളിയം കുറച്ച് വെച്ചിട്ടാണ്. അല്ല, അച്ഛനറിയാം ഫോൺ വന്നു കഴിഞ്ഞാൽ ഏത് സിനിമയെന്നാണ് വിളിക്കുന്നതെന്നുള്ളത്. കാരണം ആ സമയത്ത് മേഘം എന്ന് പറഞ്ഞ പ്രിയദർശൻ സാറിൻ്റെ പടത്തുനിന്ന് കോൾ വന്നായിരുന്നു. അത് വിട്ടില്ല ഞങ്ങള്. പിന്നെ ഒരുപാട് പടങ്ങൾ അതുവരെ കോൾസ് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പല്ലാവൂർ ദേവനാരായണനിൽ മമ്മൂക്ക പറഞ്ഞ് ഓക്കെ. മമ്മൂക്കായിരുന്നു, മമ്മൂക്കനെ വണ്ടിയിലായിരുന്നു അച്ഛനെ ഷൂട്ട് കഴിഞ്ഞാൽ ഹോട്ടലിൽ കൊണ്ടുവിടുക ഒക്കെ മമ്മൂക്ക ഏറ്റെടുത്തൊരു ജോലിയായിരുന്നു അത്. ആ പുള്ളി അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് അതേ ഒരു ഇതിൽ തന്നെയാണ്. പിന്നെ ആ തീരെ വയ്യാണ്ട് അവിടുന്ന് തിരിച്ചു വന്നാണ് മറ്റേ സത്യൻ സാറിന്റെ പടത്തിൽ ജയറാമാറിന്റെ കൂടെ ഉള്ള ആ വർക്ക്ഷോപ്പ്. കാരണം വെച്ചാൽ അപ്പം ആ സമയത്ത് എന്നാലും അത് പുള്ളിക്ക് മനസ്സിലാവില്ല, പുള്ളിക്ക് അഭിനയിച്ചാൽ മതി. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇത് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ കിങ്ങിൽ അഭിനയിക്കുമ്പോൾ അത് ആ പടത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്തിട്ട് പാവം ചപ്പാത്തി മാത്രമേ ആ സമയത്ത് അങ്ങനെ ആ ഭയങ്കര ക്ഷീണിച്ചൊരു കഥാപാത്രമാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ആ സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനൊക്കെ ശേഷം ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് അച്ഛന് ലിറ്ററലി എന്താ പറയുക, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സുന്ദരകില്ലാടി എന്ന് പറഞ്ഞ പടത്തിന് ശേഷമാണ് അച്ഛന് സുഖമില്ലാണ്ടാവുന്നത്. ആ പടം പൊള്ളാച്ചിയിൽ ഷൂട്ട് കഴിഞ്ഞ് അച്ഛൻ നേരെ പോയി ജോയിൻ ചെയ്യാൻ പോയത് സമ്മർ ഇൻ ബത്ലഹേമിലാണ്. മണിച്ചേട്ടൻ ചെയ്ത റോൾ അച്ഛൻ്റെ റോളായിരുന്നു. അച്ഛൻ അവിടെ പോയി ഒരു ദിവസം അഭിനയിച്ചതിൻ്റെ ശേഷമാണ് തിരിച്ചു വന്നത്. അപ്പം കാരണം അവിടെ സോങ് സീക്വൻസ് തന്നെ എടുത്തത്. അപ്പം ആ സോങ്ങിൻ്റെ ആ ഓടി ഇങ്ങനെ കയറി ഇങ്ങനെ ആ പാട്ടിനകത്ത് കഴിഞ്ഞ അച്ഛന് തീരെ വയ്യാണ്ടായി. അപ്പം അത്രയും വയ്യാണ്ടായതിനെ കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പം ഇല്ല ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ആ തിരിച്ചു വന്നതിൻ്റെ ശേഷമാണ് തീരെ വയ്യാണ്ടാവുന്നതും. പിന്നെ ആണ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 98 ആ ഒരു കാലത്തിൻ്റെ ശേഷമാണ് പിന്നെ അച്ഛൻ വയ്യാണ്ടായത്. ബിനു ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്, ക്രിയേറ്റീവ് ഡയറക്ടറാണ്, 3D അനിമേറ്ററാണ്. ഈ എയുടെ ഒരു വശം എങ്ങനെയാണ് സിനിമയിൽ? ലൈക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് പല ക്യാരക്ടേഴ്സിനെയും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം AI നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലത്. അതെന്തും അങ്ങനെ തന്നെയാണ്, നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ കാരണം ആളില്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാന്നല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ടോട്ടലി അങ്ങനെ ഒരു AI റീക്രിയേറ്റഡ് ആയിട്ടുള്ള ജോലി പോകാനുള്ള അവസ്ഥ ഉണ്ടാവും. ഇല്ലല്ലേ, ജോലി ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ആൾക്കാരെന്നെ വേണ്ടി ചില കാര്യങ്ങളും. കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ അത്. നമുക്കത് കമ്പ്യൂട്ടർ ജനറേറ്റ് ആണ്, എല്ലാത്തരം ഇമോഷൻസും തരുമെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്ന സാധനം എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അത് നമുക്ക് ശരിക്കുള്ളൊരു ജീവനുള്ള ഒരാളടുത്ത് പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആ റിയാക്ഷൻസ് കിട്ടുള്ളൂ. അപ്പം ലാലേട്ടനൊക്കെ പറയില്ലേ, മമ്മൂക്കനി ലാലേട്ടനൊക്കെ പറയില്ലേ, നമ്മൾ ഇവരിങ്ങനെ ഇങ്ങനത്തെ റിയാക്ഷൻസ് ഇടുന്നത്, അല്ലെങ്കിൽ ഇത് എവിടുന്നാണ് വരുന്നത്,
ഇവരെന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക. ശരിയാ. പലവട്ടം ഞാൻ ചിന്തിച്ചൊരു കാര്യം, കാരണം ഇവരെടുത്ത് ഇത് അതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരാളുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഇതാണ് സിറ്റുവേഷൻ. നിങ്ങളുടെ ഇപ്പം ഭാരതത്തിലെ ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്, അത് എന്തായിരിക്കും അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. ഇതാണ് സിറ്റുവേഷൻ എന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായിരിക്കും അവൻ എന്തായിരിക്കും ലാലേട്ടൻ ചിന്തിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും പുള്ളി അതിനെ കൺസീവ് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ. ശരിയാ. അപ്പോൾ ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ എങ്ങനെ അത് ഡെലിവറി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതാണ്, നമ്മളെ മനസ്സിൽ ആ ചിത്രം ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഇങ്ങനെയായിരിക്കും അനീഷ് ഇതിനെ റിയാക്ട് ചെയ്യുക, ഇങ്ങനെയായിരിക്കും അനീഷിൻ്റെ രൂപം ഇതാണ്, അപ്പോൾ അനീഷിൻ്റെ കണ്ണ് ഇങ്ങനെയാണ്, അപ്പോൾ അനീഷ് ഇങ്ങനെയായിരിക്കും അത് റിയാക്ട് ചെയ്യുക, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അത് ഞാൻ അനീഷിൻ്റെ അടുത്ത് പറയുമ്പോൾ അനീഷ് ചെയ്യുമ്പോഴേ ഞാനത് കാണുന്നുള്ളൂ. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ അനീഷ അത് കൂടിപ്പോയി, അത്ര വേണ്ട എന്ന് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അപ്പോഴല്ലേ. ശരിയാ. അത് അസാധ്യ ടാലന്റ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഈ സൂപ്പർ താരങ്ങളുടെ കൂടെയുള്ള ഒരു അഭിനയം അല്ലെങ്കിൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ എന്താണ് അവരിൽ നിന്ന് കിട്ടാറുള്ളത്? ലൈക്ക് അവര് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഞാൻ മമ്മൂക്കയുടെ കൂടെയാണ് കൂടുതൽ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ഇപ്പോൾ L360 ഇപ്പം കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ലൈക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ലാലേട്ടൻ. കാരണം പുള്ളി ഭയങ്കര എന്താ പറയുക, ആ ഒരു ഫ്യൂ സെക്കൻഡ്സ് ആണ് ശരിക്കും ഒരു ഷോട്ട് എടുക്കുന്നത്. അങ്ങനെ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോട്ടൊന്നും ഇല്ല. അപ്പം ഫ്യൂ സെക്കൻഡ്സിലേക്ക് പുള്ളി ഭയങ്കരമായിട്ട് സ്വിച്ച് ചെയ്യും, പുള്ളി മാറുന്നത് പുള്ളി ആ ആളായി കട്ട് പറയുമ്പോൾ തന്നെ തിരിച്ച് ലാലേട്ടനാവും. അപ്പോൾ ഈവൻ മമ്മൂക്ക തന്നെ ഇപ്പം 1 നമ്മൾ വണ്ടിയിൽ ഇരുന്നൊരു ഷോട്ട് എടുത്തിട്ട് ക്യാമറയും ഞാനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്, ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം മമ്മൂക്ക അത് പെങ്ങളെ കാര്യം പറയുമ്പോൾ പുള്ളി ഇങ്ങനെ തൊണ്ട ഇടറി പോകുന്നുണ്ട്. പുള്ളി ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോൾ ആരെ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ അതാണ് അവരത് കൺസീവ് ചെയ്യുന്നത്. എന്തായിരിക്കും ആ ഒരു ഇമോഷൻ, കാരണം അവർ അത്രയും ട്രെയിൻഡാണ്. കാരണം അത്രയും സിനിമകൾ 40-46 വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ പീരീഡ് ഓഫ് ടൈം. അതും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടിയും ഒക്കെ അങ്ങനത്തെ സിനിമകളും. അപ്പോൾ അവർക്ക് ഇത് ഇപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഒരു കേക്ക് വാക്കാണ്. പക്ഷെ അവരെപ്പോഴും ഡയറക്ടേഴ്സിൻ്റെ കോളും അല്ലെങ്കിൽ ഡയറക്ടർ എന്താണ് അതിനെക്കുറിച്ചിട്ട് പറയുന്നതെന്നും അവരെ ഫീഡ് ചെയ്യണം, ഒരു ദിവസം എന്തെടുക്കുന്നു, ഇതൊക്കെ അവർ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ചോദിക്കുന്നത്. ഇതെന്താ അറിഞ്ഞില്ലെങ്കിൽ വരൂലേ എന്നുള്ളതല്ല ആറ്റിറ്റ്യൂഡ്. L360 എന്തെങ്കിലും പറയാനുണ്ടാവോ, ഷെയർ ചെയ്യാനുണ്ടാവോ? അല്ല, ഇനി ഒരു ഷെഡ്യൂളും കൂടി ഉണ്ട്. ലൈക്ക് ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈം, ലൈക്ക് ഒരു 10-18 ദിവസം, ലൈക്ക് ഒരു 2 വീക്സ് ഒരു ഷൂട്ട് പെൻഡിങ് ഉണ്ട്. എഡിറ്റ് വർക്ക് നടക്കുന്നുണ്ട്, ഡബിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം കഥ കേട്ട ഉടനെ ലാലേട്ടൻ കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ മാജിക്? അല്ല, കഥ ഇത് എന്താ പറയുക, ഇത് ഓൾറെഡി ലൈക്ക് ഇങ്ങനെ ഒരു ലൂപ്പിലുണ്ടായ ഒരു കഥയായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് പണിയെടുത്തു. അങ്ങനെ അത് വീണ്ടും ഓക്കെ ആയി. അത് പെട്ടെന്ന് ഓപ്പൺ ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ഇയർ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് ഷൂട്ട് തുടങ്ങുന്നത്. പെട്ടെന്ന് തരുൺ ഒരു ദിവസം രാവിലെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ ഏപ്രിൽ 22 തുടങ്ങും ചേട്ടാ. എനിക്കെന്നാ പിന്നെ 21 തീയതി വിളിച്ചുകൂടായിരുന്നു. വിളിക്കുന്നത് 2 ആഴ്ച മുന്നേ വിളിച്ചു പറയുന്നത്. പെട്ടെന്ന് അപ്പായൊരു പടമാണ്. ലൈക്ക് എക്സ്പെക്ടിങ് എ ഗുഡ് മൂവി. കാരണം കുറച്ച് കാലമായിട്ട് നമ്മൾ എന്താ പറയുക, വിൻറ്റേജ് മോഹൻലാൽ എന്നല്ല, ലൈക്ക് മോഹൻലാലിൻ്റെ നല്ലൊരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു തരത്തിലും നമ്മളെ പഠിപ്പിക്കില്ല. അത്രയും നല്ല രീതിയിലാണ് നമ്മളതിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ലൊരു സിനിമ, ലാലേട്ടൻ്റെ നല്ലൊരു സിനിമ കൊണ്ടുവരണം എന്നുള്ള ഡെഫിനറ്റ്ലി ആ ഒരു എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ലൈക്ക് സംഭവം എവിടെയോ എന്തോ പാളി പോകുന്നത്. അപ്പം നമ്മൾ ആ അത്തരം പാളലുകൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എടുക്കുന്നുണ്ട്. ആൻഡ് നല്ലൊരു സിനിമയായിരിക്കും. ബാക്കി ഞാൻ കൊന്നാലും പറയില്ല. അവനോ എനിക്ക് തിരിച്ചങ്ങോട്ട് പോകണ്ടേ. എനിക്ക് ഇനിയും 10-22 ദിവസം ഷൂട്ട് ബാക്കി കിടപ്പുണ്ട്. എനിക്ക് അഭിനയിക്കാനും ഉണ്ട്, എനിക്കതിന് വർക്ക് ചെയ്യാനും ഉണ്ട്. ശരി. നമ്മള് അല്ല, അങ്ങനെയൊക്കെ ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു സിനിമ. ഡെഫിനറ്റ്ലി ഇപ്പം അതിനകത്ത് പല ഫോട്ടോസും ഒക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്.
ശോഭന മാമും ലാലേട്ടനും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സിനിമ തന്നെയാണ് ഡെഫിനറ്റ്ലി. കാരണം ഒരു എന്താ പറയുക, ഇപ്പം നമുക്ക് അതിനെ ഒരു കൃത്യമായിട്ട് നമ്മൾ ഇന്ന ജോണറിലൊരു സിനിമ എന്ന് പറയുന്നതിലും അത് നല്ലൊരു സിനിമയായിരിക്കും അത് ഡെഫിനറ്റ്ലി. നായകവേഷം, സംവിധാനം, ഇതൊക്കെ എപ്പോഴാണ് മനസ്സിലുള്ളത്? അല്ലേ, ആദ്യത്തെ പോലെ നായകവേഷം അതാണ് ഇതിലേക്ക് ഞാൻ എന്താ പറയാ, ഇപ്പം ഇതെന്റെ ഒരു സുഹൃത്ത് ചോദിക്കാൻ പറഞ്ഞ എന്റെ ചോദ്യമല്ല. ഞാൻ സിനിമയിൽ യാദൃശികമായിട്ട് എത്തിപ്പെട്ട ഒരാളാണ്. ഞാൻ സിനിമയിലേക്ക് വരണം ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്നു. അത് അഭിനയമൊന്നുമല്ല, ഞാൻ സിനിമാറ്റോഗ്രാഫി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടത് ഒരു കാര്യം എൻ്റെ കയ്യിലില്ല. ഞാൻ അറിയാം, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും വേണം. അതിൻ്റെ എൻ്റെ കയ്യിൽ അതിൻ്റെ കയ്യിൽ ഇല്ലാത്തതിനെ കൊണ്ട് ഞാനത് അവിടെയും ഉപേക്ഷിച്ചു. ആ ഒരു ടൈമിൽ അത് ആഗ്രഹിച്ചിരുന്നു, അല്ലാണ്ട് നടനാവണമെന്നോ അഭിനയിക്കണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ ആ സമയത്തൊക്കെ ചോദിക്കുമ്പോൾ ഞാനേ എന്നുള്ള ഇതിൽ ഞാൻ ആദർശികമായിട്ട് സിനിമയിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. എത്തിപ്പെട്ട് കഴിഞ്ഞ് ഞാനൊരു 2-3 സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ എക്സാക്ട്ലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നേയും, ഞാൻ റാണി പത്മിനി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഡയറക്ഷൻ സൈഡിനോടുള്ളൊരു കാരണം താല്പര്യം തോന്നുന്നത്. മായാനദി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്യണം. അതിൽ ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അത് ആഷിഖ് ഉസ്മാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, തരുണാണ് സംവിധാനം ചെയ്യുന്നത്, തരുണാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മളത് അടുത്ത വർഷം ഒരു ഏപ്രിലോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രോസസ്സിലാണ് പോകുന്നത്. കാരണം നമുക്ക് L360 കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നീങ്ങാൻ പറ്റുള്ളൂ. ആ എഴുത്ത് കഴിഞ്ഞ് അതെല്ലാം ഭംഗിയായി വന്ന് ആ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നു അന്ന് ഞാൻ എൻ്റെ ഡയറക്ടറെ അനൗൺസ് ചെയ്യും. അടിപൊളി. അതാണ് പ്ലാൻ. ലൈക്ക് ബൈ 2026 ഡയറക്റ്റ് ചെയ്യണം തന്നെയാണ്. കഥ എഴുത്ത് നടക്കുന്നുണ്ട്. ഞാനല്ല എഴുതുന്നത്, എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി അബുദാബിയിലാണ്, ഞാൻ പേര് പറയുന്നില്ല, ഓന് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഇതിന് ശേഷം അവൻ അബുദാബിയിൽ എഴുതുന്നുണ്ട്, പരിപാടികൾ ഡെവലപ്പായി വരുന്നുണ്ട്. അതിന് ഒരു ഹീറോയെ കണ്ടെത്തണം, സംസാരിക്കണം, അതിൻ്റെ പ്രോസസ്സ് വേറെ ഉണ്ട്. ബട്ട് ലൈക്ക് ഇപ്പം കറൻ്റ്ലി എഴുതുന്ന പടത്തിൻ്റെ പരിപാടികളും അതിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഹീറോ ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് പറയില്ല. ഇപ്പം ഭാരത് സർക്കസ് എന്ന് പറഞ്ഞ പടത്തിൽ ഞാനാണ് ശരിക്കും അതിൽ ലീഡ് സെൻറ്റർ ക്യാരക്ടറായിട്ട് ഞാൻ വരുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, ജനങ്ങളെടുത്താൽ മതി. കാരണം ഇപ്പം ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഭാരിച്ചൊരു കാര്യമാണ്. നമ്മൾ ഭയങ്കര ഉത്തരവാദിത്തം. കാരണം നമ്മളിപ്പോഴത്തെ ഹീറോസിനെ ശരിക്കും നമ്മൾ നമിക്കണം. കാരണം അവരഭിനയിച്ച് കാശും മേടിച്ച് പോവുകയല്ല ചെയ്യുന്നത്, പിന്നെ ബിസിനസ് നടക്കണം. കാരണം അത് അവരെ ഉത്തരവാദിത്തമായി മാറുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവരെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അവരൊരാൾ വിചാരിച്ചതിനെ കൊണ്ട് അവർ മാത്രമല്ലല്ലോ ആ സിനിമയിലുള്ളത്. പൂർണ്ണമായും അവരുടെ തലയിൽ എന്തിനു കെട്ടിവെക്കുന്നത്? കാരണം അത് അവർ മാത്രമല്ലല്ലോ ഉള്ളത്. ഒരുപാട് വേറെ ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, എല്ലാം ഇതിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ. ആസ് എ ഹോൾ ടീമല്ലേ നമ്മൾ ആ സാധനത്തിന് ഉണ്ടാക്കുന്നത്, സിനിമ എന്ന് പറയുന്ന സാധനത്തിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നായകനെ ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആരും വരുന്നില്ല, വന്നാൽ ചെയ്യും. നല്ല നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയ കഥയാണെങ്കിൽ ഞാൻ അതിൽ ഫിറ്റാവുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. പക്ഷേ നമ്മളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണത് എന്നുള്ളത് അത്രയേ ഉള്ളൂ. കൂടുതൽ കിടലും കഥാപാത്രങ്ങൾ ഉണ്ടായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.